നമസ്കാരം. ഹലോ ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ്. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇടുന്നത് സെപ്റ്റംബർ 8-ന് ആണ്. ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് യൂട്യൂബിലിടാനെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ആ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും, ഞാൻ നാട്ടിൽ പനിയൊക്കെ പിടിച്ച് പോയി അവശരായിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഗെയിൻസൊക്കെ പോയായിരുന്നു. ജിമ്മിലൊക്കെ പോയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കിയ ഒരു ഗെയിൻ ഉണ്ടായിരുന്നു, ആ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരുന്ന ഒരു ഭാഗമാണ് ഞാൻ എടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്. ആ വീഡിയോയ്ക്കും അന്ന് റെക്കോർഡ് ചെയ്ത സമയം ഇന്ന് റെക്കോർഡ് ചെയ്ത സമയം തമ്മിലൊരു സത്യം പറഞ്ഞാൽ 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. 1 മാസത്തെ ഗ്യാപ്പ്. ആ 1 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു. അത്യാവശ്യം ആ ഗെയിൻസൊക്കെ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനും എൻ്റെ ഫ്രണ്ട് ഷാഹിദ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൗശിക്, ഞങ്ങൾ 3 പേരാണ് ജിമ്മിൽ പോകുന്നത്. നമ്മൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്തു, തിരിച്ചെടുത്തു. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഗോള് നിങ്ങൾക്കറിയാലോ, ഈ ഒരു വിൻ്റർ ആർക്ക് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമല്ല, കാരണം അത് ഗിബിക്കാന്നൊക്കെ പറയും. പക്ഷേ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വിൻ്റർ ആർക്കിനെ കാണുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഗോളുണ്ട്. എനിക്ക് കൂടുതൽ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു 200 കിലോഗ്രാം, അതായത് 200 kg ഡെഡ് ലിഫ്റ്റ് എനിക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു വിൻ്റർ ആർക്കിൽ. അതായത് ഒക്ടോബർ 31 ഞാൻ അച്ചീവ് ചെയ്യും. കാരണം ഞാനൊരു 2-3 ദിവസം മുമ്പ് ഞാനൊരു 190 kg അച്ചീവ് ചെയ്യാൻ പറ്റി എനിക്ക്. അത് വളരെയധികം എനിക്ക് സന്തോഷം നൽകിയൊരു കാര്യമാണ്. എനിക്ക് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റണം. അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. കൂടുതൽ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റണം, കൂടുതൽ റെപ്സ് അടിക്കാൻ പറ്റണം, വളരെ അതിരടിയായിട്ട് വർക്കൗട്ട് അടിക്കണം നമ്മുടെ ജിമ്മിൽ പോയിട്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഞാനൊരു ഹെഡ്സെറ്റ് പർച്ചേസ് ചെയ്തു. സ്കൽക്യാൻഡിയുടെ ക്രഷർ ANC2 എന്ന് പറഞ്ഞ ഹെഡ്സെറ്റാണ്. എനിക്കൊരു പ്രീമിയം ഹെഡ്സെറ്റ് മേടിക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. സോണി എൻ്റെ ഒരു ലിസ്റ്റിലുള്ള സാധനമായിരുന്നു. പക്ഷേ എനിക്ക് സോണി എന്ന് പറഞ്ഞാൽ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഓഡിയോ ആണ് സോണി എന്ന് വരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഓഡിയോ ഫയലാണ് നിങ്ങൾക്ക് സോണി കൺസിഡർ ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ബേസ് ഹെവി ഹെഡ്, അതായത് നന്നായിട്ട് ബേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ജിമ്മിൽ പോയാൽ അറിയാലോ, നമുക്ക് ബേസ് വേണം മെയിനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ സ്കൽക്യാൻഡിയുടെ ക്രഷർ ANC2 എന്ന് പറഞ്ഞൊരു ഹെഡ്സെറ്റ് എടുത്തത്. ഒരു രക്ഷയില്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഡ്രൈവർ തന്നെയുണ്ട് ബേസിന് വേണ്ടിയിട്ട്. ഈ പുറത്ത് ആ ഒരു ഹാപ്റ്റിക്, ആ ഫീഡ്ബാക്ക് നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. രണ്ടിടത്തും ഉണ്ട്. ടോട്ടൽ 4 ഡ്രൈവറാണ് വരുന്നത്. ഒന്ന് മെയിൻ ഡ്രൈവർ 40 mm, പിന്നെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തരുന്നൊരു ബേസിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ നമ്മുടെ സ്കള്ളിലോട്ട്, അതായത് നമ്മുടെ ഈ ഒരു ഫേസിലോട്ട് തരുന്ന ഒരു ഡ്രൈവറും കൂടി ഇതിനകത്തുണ്ട്. അതാണ് ഇതിനകത്ത് മെയിനായിട്ടും ബേസ് തരുന്നത്. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ലാത്ത ബേസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് ബാറ്ററി ബാക്കപ്പ് ആണ്. 60 മണിക്കൂർ സംതിങ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്, അറിയില്ല. അത് വിത്തൗട്ട് ANC ഓൺ ആണെങ്കിൽ 50 മണിക്കൂർ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ ഇതുവരെയായിട്ടും ചാർജ് ചെയ്തിട്ടില്ല. നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ ഓൺ ദ ലോങ് റൺ. ANC ഡീസൻ്റ് ANC ആണ്. ഓക്കെ, സോണിയുടെ പോലത്തെയും എയർപോഡ് മാക്സിൻ്റെ അത്രയും വലിയ ANC ഒന്നും ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷേ അതിൻ്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. കാരണം ഇതിനകത്ത് ക്രഷർ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ, ക്രഷർ മോഡാണ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഡ്രൈവർ ഓണാക്കണമെങ്കിൽ ക്രഷർ മോഡുണ്ട്. അതിൻ്റെ അകത്തൊരു സ്വിച്ച് ഉണ്ട്, ഡെഡിക്കേറ്റഡ് സ്വിച്ച്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രഷർ മോഡ് ഓണായി കഴിഞ്ഞാൽ പിന്നെ കിടില ഹെവിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല. ANC എന്തിനാന്ന് പോലും നിങ്ങൾ ഓർക്കും. അതുപോലെ കിടിലം ബേസാണ് ഇതിനകത്ത് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ഒരു കോമ്പാറ്റബിലിറ്റി നോക്കുവാണെങ്കിൽ കിടിലമാണ്. പിന്നെ കുറച്ച് ഹെവിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെങ്ങനെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും? ഇത്രയും ഹെവി ബേസാണ്, കാര്യങ്ങളാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെക്കൻഡറി ഡ്രൈവർ വേണം. ഓക്കെ, സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്നത് റിയൽമിയുടെ ബഡ്സ് എയർ 6 Pro ആണ്. കണ്ടില്ലേ, ബഡ്സ് എയർ 6 Pro നൈസാണ്. ഞാനൊരു സത്യം പറഞ്ഞാൽ റിയൽമി ഫാനാണ് കേട്ടോ. എനിക്ക് റിയൽമി എന്ന് പറയുന്ന ഓഡിയോ ഔട്ട്പുട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, റിയൽമിയുടെ ഒരു വയേർഡ് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു 500 രൂപയുടെ. എൻ്റെ മോനെ, അതിൻ്റെ അകത്തുനിന്ന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ട് ഒരു രക്ഷയില്ല. 0.5 mm ജാക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ USB-C to 3.5 mm കൺവെർട്ടറുണ്ട്. എന്നാലും ആളുകളിപ്പോൾ എല്ലാം വയർലെസ്സിൻ്റെ പുറകെയാണല്ലോ. പക്ഷേ ആ ഒരു ഹെഡ്സെറ്റ് കിടില സൗണ്ട് ക്ലാരിറ്റിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്.
പിന്നെ ഗെയിം കളിക്കാനും എല്ലാം കിടിലം, ഒരു രക്ഷയില്ലായിരുന്നു. അത് ഒരു വേർത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത്. കാരണം അത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞ് 2-3 വർഷമൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. അതുപോലത്തെ ക്വാളിറ്റിയാണ് അതിൻ്റെ അന്ന് വരുന്നത്. അതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഞാനിപ്പോഴും അത് ഓർക്കുന്നു. അതൊക്കെ ഒരു കാലം. പിന്നെ ജിമ്മിൽ പോയിട്ട് ഇത് വെച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്കൽ ക്യാൻഡിയുടെ ഒരു പ്രത്യേകത. ബാറ്ററി ബാക്കപ്പ് ഇവർ ഇതിനകത്ത് പറയുന്നത് 60 മണിക്കൂറാണ് ANC ഓഫിൽ പറയുന്നത്. ANC ഓൺ ആണെങ്കിൽ 50 മണിക്കൂർ വരെ കിട്ടുമെന്ന് പറയുന്നത്. ഒരു വലിയൊരു ബാറ്ററി തന്നെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അത് വലിയൊരു അഡ്വാൻറ്റേജാണ് നമുക്ക്. ഓക്കെ, നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നന്നായിട്ട് നമുക്ക് കുറേ നേരം ചാർജ് ചെയ്യും. 50 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് അല്ലേ? ANC തന്നെ ഓണാക്കിയിട്ട് 50 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അതൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാര്യം. ഈ ഒരു മാസം എനിക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ എത്രയോ സാധനങ്ങൾ യൂസ് ചെയ്തു. മോൺസ്റ്റർ എനർജിയുടെ ഡ്രിങ്ക് കണ്ടില്ലേ, കഫീൻ ഡ്രിങ്ക്, എനർജി അൾട്രാ വൈറ്റ് മോൺസ്റ്റർ എന്നൊക്കെ പറയുന്ന സംഭവം. ഇതായിരുന്നു എൻ്റെ മെയിൻ കൂട്ടുകാരൻ. ഇവനുള്ളത് കൊണ്ടാണ് എനിക്ക് ജിമ്മിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഒരു പ്രീ വർക്കൗട്ടുണ്ട് എനിക്ക്, ബോൾട്ടിൻ്റെ ഒരു പ്രീ വർക്കൗട്ടുണ്ട് കണ്ടില്ലേ, 200 mg കാഫീൻ ഉണ്ട് ഇതിനകത്ത്. നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവറാണ്, ഓറഞ്ച് ഫ്ലേവറാണ്. ചില പ്രീ വർക്കൗട്ടുകളൊക്കെ അറിയാമല്ലോ, ഒരുമാതിരി വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് നല്ല കിടിലൻ ടേസ്റ്റാണ്. നമ്മുടെ ഓറഞ്ച് ഫ്ലേവറാണ് ഇതിനകത്ത് വരുന്നത്. സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ സ്പോൺസർ ചെയ്യാൻ പറ്റിയ ചാനലല്ലാത്ത നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ. കണ്ടില്ലേ. പിന്നെ സിട്രലിൻ മാലറ്റ്, ഇത് വളരെ എസെൻഷ്യലായിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടൊക്കെ അടിച്ച് കലക്കി കുടിക്കാം. പക്ഷേ അതിൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഡയറക്റ്റ് നല്ല ബയോ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് സിട്രലിൻ മാലേറ്റ്. നിങ്ങളുടെ ബോഡിയിലെ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ ഇതുകൊണ്ട് കൂട്ടാൻ പറ്റും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മസിൽ സോർനെസ് ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല. അതിന് പറ്റിയൊരു സാധനമാണിത്. ഒരു പ്രീ വർക്കൗട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിതൊരു 2 ഗ്രാം മുതൽ 6 ഗ്രാം വരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്കൂപ്പിൽ 2 ഗ്രാമാണ് വരുന്നത്. ഞാനൊരു മിനിമം ഒരു 6 ഗ്രാം യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് ജിമ്മിൽ. ഓക്കെ, അതൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ മെയിൻ സാധനം ക്രിയാറ്റിൻ. ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല. ക്രിയാറ്റിൻ ഞാൻ അഡിക്റ്റഡാണ്. ഞാൻ ക്രിയാറ്റിൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു കുറേ വർഷങ്ങളായി, 5-6 വർഷത്തിന് മേലെ ക്രിയാറ്റിൻ എടുക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, പിന്നെ ഈ ഒരു മാസം അടിപൊളിയായിരുന്നു. കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തു. നമ്മൾ ആണുങ്ങളായിട്ട് ജനിച്ചു പോയില്ലേ, നമ്മൾക്കപ്പം ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ. അതൊക്കെ നമ്മൾ ധൈര്യപൂർവ്വം നമ്മളതൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് തന്നെ പോകുന്നു. ഓക്കെ, ജിമ്മിൽ പോയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, നന്നായിട്ട് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം.